മീറ്റർ ആയി താഴ്ത്തും. അതോട് ഏറ്റവും ഒടുവിൽ നമ്മുടെ വേഗത എന്ന് പറയുന്നത് 0 मीटर पर സെക്കൻഡിലാവുകയും ചെയ്യും. हम सभी का उत्साहवर्धन करने के लिए दक्षिणी अफ्रीका के जोहानसबर्ग से जुड़ गए हैं. ലോകമെമ്പാടും നിന്നുള്ള അഭിനന്ദനത്തിന്റെ പ്രവാഹങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അതാണ് സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് Prime Minister of India Shri Narendra Modi ji, who has joined us from South Africa's Johannesburg to encourage us. പ്രധാനമന്ത്രി ബ്രിക്സ് സമ്മേളനത്തിൽ പങ്കെടുക്കാനായി സൗത്ത് ആഫ്രിക്കയിലാണ്. അവിടെ നിന്ന് സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് देख सकते हैं एल्टीट्यूड होल्ड फेस भी बहुत ही आसानी से लैंडर फेस ने पार कर लिया है और अब फाइन ब्रेकिंग की शुरुआत हो चुकी है. अभी हम ये देख सकते हैं कि लैंडर की ऊंचाई लगभग 5.6 किलोमीटर है, जो कि इस फेस के उपरांत लगभग 800 मीटर हो जाएगी. യെസ്, പ്രധാനമന്ത്രി അല്പസമയത്തിനകം ബ്രിക്സ് ഉച്ചകോടിയിൽ നിന്ന് ഇവിടെ ഈ ഐസ്രോ കേന്ദ്രത്തിലേക്ക് ചേരും. And we are currently in the midst of the fine breaking phase, which is going to continue for 3 minutes, and the altitude is going to be reduced to nearly 800 meters at the end of this phase. जी हाँ, जैसा कि आरुषि जी ने बताया कि लगभग 3 मिनट के उपरांत लैंडर की हाइट लगभग 800 मीटर वर्टिकली होगी और यहाँ पे लैंडर की हॉरिजेंटल वेलोसिटी, वर्टिकल वेलोसिटी, इवन डाउन रेंज भी लगभग शून्य होगा. We can see the visual of the lander module, and we can see that the down range traveled is nearly 831 kilometers. ലാൻഡിങ്ങിന്റെ മൂന്നാം ഘട്ടവും വിജയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഇതായിരുന്നു ഏറ്റവും നിർണായകമായ ഘട്ടം. കാരണം കഴിഞ്ഞ തവണ ചന്ദ്രയാൻ 2-നുണ്ടായ പ്രശ്നം ഈ ലാൻഡിങ്ങിന് തൊട്ട് മുൻപ് ഈ ഒരു ഘട്ടത്തിൽ വെച്ചായിരുന്നു. പക്ഷെ അതും വിജയകരമായി തന്നെ നീങ്ങുകയാണ്. ലാൻഡർ ഇപ്പോൾ ചന്ദ്രനിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാമഫോസ പറയുന്നു, വി ജോയിൻ യു ഇൻ ജോയ്, നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്ന്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് 2 കിലോമീറ്ററായി കുറഞ്ഞിരിക്കുന്നു ഓൾട്ടിറ്റ്യൂഡ്, 2.01. ചന്ദ്രനിൽ നിന്നുള്ള ഇനിയുള്ള ദൂരം 1.5 കിലോമീറ്ററായി മാറുന്നതിന്റെ ഇത് സന്തോഷം ISRO കേന്ദ്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മിഷൻ ഓപ്പറേഷൻ കോംപ്ലക്സിൽ ആ ആളുകളുടെ ശാസ്ത്രജ്ഞരുടെ മുഖത്ത്, കണ്ണുകളിൽ ആ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ. പ്രധാനമന്ത്രി നമുക്കൊപ്പം ചേരുന്നു. जी हाँ, अभी आप देख सकते हैं कि लैंडर की ऊंचाई लगभग 1 किलोमीटर के आसपास है. ചന്ദ്രനും ഇന്ത്യയുടെ ചന്ദ്രദൗത്യവും തമ്മിലുള്ള അകലം വെറും 1 കിലോമീറ്റർ മാത്രം. ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലേക്കാണ് നാം കടക്കുന്നത്. The final phase of the power descent, 920, which is going to be the vertical descent phase or the local navigation phase. യെസ്, ഉദ്വേഗത്തിന്റെ 19 നിമിഷങ്ങൾ, അതിന്റെ ഏറ്റവും അവസാനത്തെ നിമിഷത്തിലേക്ക്. കൈയടികൾ, ഹർഷാരവം അവിടെ കേൾക്കാം. രാജ്യത്തിന്റെ വിജയം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി വെറും 800. और अभी हम वर्टिकल डिसेंट फेज में आ चुके हैं, जिसकी शुरुआत भी बहुत ही अच्छे ढंग से हो चुकी है. ഇനി ഉള്ള ദൂരം എന്ന് പറയുന്നത് 1 കിലോമീറ്ററിന് താഴെ. Indicates that till now the performance has been nominal. We are in the vertical descent phase 1. ലംബമായി ചന്ദ്രനിൽ താഴേക്ക് ഇറങ്ങുന്നു. Being brought down from 800 meters and we are nearing and approaching the lunar surface. जी, आप अपने स्क्रीन पे देख सकते हैं कि लैंडर की हाइट लगातार कम होता जा रहा है. इस समय हम लैंडिंग साइट के जस्ट ऊपर हैं और इस समय इसकी ऊंचाई लगभग 600 मीटर के आसपास है. വെറും 600 मीटर ഉയരം. दौरान लगभग 150 मीटर के ऊंचाई पे पहुंचने के बाद
लैंडर अगेन लगभग 20 से 22 सेकंड के लिए हॉवरिंग करेगा। ഇനിയുള്ളത് ഏറ്റവും നിർണായകമായ നിമിഷം 150 മീറ്റർ ഉയരത്തിലെത്തുമ്പോൾ ഈ വിഷയം ഒന്നുകൂടി ചന്ദ്രയാനകത്തുള്ള ഓട്ടോമാറ്റിക് ലാൻഡിംഗ് സീക്വൻസിൽ പരിശോധിക്കപ്പെടും. The vertical velocity is now being constantly reduced and the lander module has begun its descent towards the landing site. 150 മീറ്റർ ഉയരത്തിലെത്തുമ്പോഴായിരിക്കും ലാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഏറ്റവും അന്തിമമായ തീരുമാനം. ചന്ദ്രയാൻ 3ന്റെ ലാൻഡർ എടുക്കുക, എല്ലാം സ്വന്തം നിലയ്ക്ക് എടുക്കാൻ കഴിയുന്ന ഡാറ്റ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ये जो पथ निर्धारित किया गया है लैंडर Yes. पूरी तरह से उसी को ही फॉलो कर रहा है। इस समय हम लगभग 200 मीटर की हाइट से कम आ चुके ഏറ്റവും हैं। 167 मीटर, यस 167 मीटर. अब हमें देख सकते हैं कि हम लगभग 150 मीटर की ऊंचाई पे हैं चंद्रमा के सतह से। നിർണായകമായ 180 മീറ്റർ. We are approaching the vertical descent phase 2, which will have the lander module hovering at nearly 150 meters above the lunar surface. जी हाँ, आप इस तालियों के गड़गड़ाहट को सुन सकते हैं जो कि सेकंड हाइवरिज फेज के कंप्लीट होने के ഹർഷാരവം, बाद കയ്യടികൾ. सारे वैज्ञानिकों के द्वारा की जा रही है। जी हाँ, आप अगर फिर से ध्यान से देखें तो एल्टीट्यूड पुनः कम होता जा रहा है। अभी हम लोग लगभग 135 मीटर की ऊंचाई पे हैं। 100 മീറ്റർ, ഒരു The 100 sensors മീറ്റർ. that are updating at this point are providing confirmation of the safety of the landing site. ചന്ദ്രയാനിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നു. ലാൻഡിംഗ് വെരി ഗുഡ് സിഗ്നേച്ചർ ഫോർ ദ ലാൻഡർ സാധ്യമാണ് എന്ന് വ്യക്തമാക്കുന്ന നിർദ്ദേശങ്ങൾ എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ഇനി 50 മീറ്റർ അകലെ, ഇന്ത്യയുടെ സ്വപ്നങ്ങൾ ഇനി 50 മീറ്റർ അകലെ. വെർട്ടിക്കൽ Currently, only 2 engines are now being fired, and we are nearly at zero velocity, vertical and horizontal. We were hovering, and now we are approaching the moon's surface. धीरे धीरे लैंडर की वेगमान को कम किया जा रहा है और हम अब लगभग 50 मीटर से भी कम आ चुके हैं। 50 മീറ്ററിൽ താഴെ 33, You 31, can see the Honorable 30. Prime Minister, Shri Narendra Modi ji, who is here to encourage us, and he is critically looking at the visuals. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മനോഹര നിമിഷത്തിൽ മിഷൻ ഓപ്പറേഷൻ സെന്റർ ടീം അംഗങ്ങൾക്കൊപ്പം जी हाँ, Yes, आप yes. अपनी स्क्रीन पे देख सकते സന്തോഷത്തിന്റെ हैं ഏറ്റവും മഹനീയമായ നിമിഷങ്ങൾ. പ്രധാനമന്ത്രി കൈയടിക്കുന്നു, രാജ്യം കൈയടിക്കുന്നു. അഭിമാനപൂർവ്വം ഇസ്രോ ചെയർമാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയരുന്നു. പ്രധാനമന്ത്രി ത്രിവർണ്ണ പതാക ഉയർത്തി കാണിക്കുന്നു. ഇന്ത്യയുടെ വിജയം, ഇന്ത്യയുടെ വിജയം എത്രയോ लैंडर मॉड्यूल पूरी तरह से ത്യാഗങ്ങളുടെയും എത്രമാത്രം के सतह पे लैंड हो चुका है। പരിശ്രമങ്ങളുടെയും ഒക്കെ ഫലം ये हम കാണാൻ लोगों के लिए ഈ രാജ്യത്തിന് बहुत ही गर्व की കഴിഞ്ഞിരിക്കുന്നു. बात है। പ്രതീക്ഷകളൊന്നും हिंदी में एक कहावत है സ്ഥാനത്തായില്ല. कि चंदा मामा കൃത്യമായ दूर के, ലാൻഡിംഗ്, लेकिन കൃത്യമായ अपने घर നിമിഷങ്ങൾ, करते हैं। എല്ലാം चंदा मामा എല്ലാം अपने കൃത്യം. घर के। ഒരു കണിക പോലും അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല. ISRO ചെയർമാൻ അല്പനിമിഷത്തിനകം മാധ്യമങ്ങളെ അവിടെ ശാസ്ത്രലോകത്തെ അഭിസംബോധന ചെയ്യും. ഏറ്റവും വർണ്ണാഭമായ നിമിഷങ്ങൾ. അമ്പിളി മുറ്റത്ത് ഇന്ത്യൻ പതാക ഉയർന്നിരിക്കുന്നു. അവിടെ ഇന്ത്യയുടെ വ്യക്തിമുദ്ര, ഇന്ത്യയുടെ ആത്മാഭിമാനം ചന്ദ്രനിൽ. Namaskar. Sir, we have achieved soft landing on the moon. India is on the moon. നാലാമത്തെ രാജ്യം ഇന്ത്യ. I request our Honorable Prime Minister to address us and bless us. Thank you, sir. मेरे प्यारे परिवारजनों, जब हम अपनी आंखों के सामने ऐसा इतिहास बनते हुए देखते हैं तो जीवन धन्य हो जाता है। ऐसी ऐतिहासिक घटनाएं
राष्ट्र जीवन की चिरंजीव चेतना बन जाती है। ये पल अविस्मरणीय है। ये क्षण अभूतपूर्व है। ये क्षण विकसित भारत के शंखनाद का है। ये क्षण नए भारत के जयघोष का है। ये क्षण मुश्किलों के महासागर को पार करने का है। ये क्षण जीत के चंद्र पथ पर चलने का है। ये क्षण 140 करोड़ धड़कनों के सामर्थ्य का है। ये क्षण भारत में नई ऊर्जा, नया विश्वास, नई चेतना का है। ये क्षण भारत के उदयमान भाग्य के आह्वान का है। अमृत काल की प्रथम प्रभा में सफलता की ये अमृत वर्षा हुई है। हमने धरती पर संकल्प लिया और चांद पर उसे साकार किया। और हमारे वैज्ञानिक साथियों ने भी कहा, इंडिया इज नाउ ऑन द मून। आज हम अंतरिक्ष में नए भारत की नई उड़ान के साक्षी बने हैं। साथियों, मैं इस समय ब्रिक्स समिट में हिस्सा लेने के लिए दक्षिण अफ्रीका में हूं, लेकिन हर देशवासी की तरह मेरा मन चंद्रयान महाअभियान पर भी लगा हुआ था। नया इतिहास बनते ही हर भारतीय जश्न में डूब गया है। हर घर में उत्सव शुरू हो गया है। हृदय से मैं भी अपने देशवासियों के साथ, अपने परिवारजनों के साथ इस उमंग और उल्लास से जुड़ा हुआ हूं। मैं टीम चंद्रयान को, इसरो को और देश के सभी वैज्ञानिकों को जी जान से बहुत बहुत बधाई देता हूं, जिन्होंने इस पल के लिए वर्षों तक इतना परिश्रम किया है। उत्साह, उमंग, आनंद और भावुकता से भरे इस अद्भुत पल के लिए मैं 140 करोड़ देशवासियों को भी कोटि कोटि बधाइयां देता हूं। मेरे परिवारजनों, हमारे वैज्ञानिकों के परिश्रम और प्रतिभा से भारत चंद्रमा के उस दक्षिणी ध्रुव पर पहुंचा है, जहां आज तक दुनिया का कोई भी देश नहीं पहुंच सका। अब आज के बाद से चांद से जुड़े मिथक बदल जाएंगे, कथानक भी बदल जाएंगे और नई पीढ़ी के लिए कहावतें भी बदल जाएगी। भारत में तो हम सभी लोग धरती को मां कहते हैं और चांद को मामा बुलाते हैं। कभी कहा जाता था, चंदा मामा बहुत दूर के हैं। चंदा मामा बहुत दूर के हैं। अब एक दिन वो भी आएगा जब बच्चे कहा करेंगे,
चंदा मामा बस एक टूर के हैं. Friends, on this joyous occasion, I would like to address all the people of the world, the people of every country and region. India's successful moon mission is not just India's alone. This is a year in which the world is witnessing India's G20 presidency. Our approach of one earth, one family, one future is resonating across the globe. This human